വീണ് നെക്കിൽ കോളർ ഇട്ടിരുന്നു. ഒരുപാട് ഇപ്പൊ ഓർക്കുമ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഒരു ഉള്ളിൻ്റെ ഉള്ളിലൊരു എന്തോ ഒരു വലിയ എവറസ്റ്റ് കടന്ന ഒരവസ്ഥയാണ്. അത് കയറിയിട്ട് അതൊന്ന് കടന്ന ഒരവസ്ഥയാണ്. ഇപ്പോഴും അതിൽ നിന്ന് റിക്കവറായെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അന്ന് നമ്മളൊരു കാര്യം തീരുമാനിച്ചു. കാരണം വിശപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയാണ്. പണക്കാരനായാലും പാവപ്പെട്ടവനായാലും വീണ് കിടക്കുന്നവനായാലും കടത്തിണ്ണയ്ക്ക് ഇരിക്കുന്നവനായാലും ഒരുപോലെ തന്നെയാണ്. അപ്പം വിശപ്പിൻ്റെ വിളി എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. പാർട്ടി ബേസ് ഒന്നുമല്ല, നമ്മൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം പൊതിഞ്ഞെടുത്ത് നമ്മൾ തന്നെ നമ്മുടെ കൈകൊണ്ട് കൊണ്ടു കൊടുക്കുക അർഹതപ്പെട്ടവർക്ക്. വഴിയോരത്ത് വിശന്ന് വലഞ്ഞിരിക്കണ ഒരാൾക്ക്. കാരണം ഒരു ഭിക്ഷ കൊടുക്കുമ്പോൾ നമ്മളെപ്പോഴും എന്താ നോക്കുക, എല്ലാവരും സാധാരണ മലയാളികൾ ഭിക്ഷ കൊടുക്കുന്നത് എങ്ങനെയാണ്? ചില്ലറ ഉണ്ടോ? എല്ലാവരുടെ അടുത്തും പറയണേക്കാം ചില്ലറയില്ല. അവർ നമ്മളൊരു 1 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 10-12 പേരെടുത്ത് തരണം ഒരു ചായ കുടിക്കണമെങ്കിൽ. 12 രൂപയാണ് ഒരു ചായക്ക്. അങ്ങനെയുള്ളിടത്ത് നമ്മൾ ഭക്ഷണം കൊണ്ടു കൊടുക്കുക. അതാണ് നമ്മൾ തീരുമാനിച്ച്. അന്നാണ് നമ്മൾ നമ്മുടെ